ഹലോ ബ്യൂട്ടിഫുൾ ലേഡീസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം നടി, പണ്ടത്തെ ഒരു സീരിയൽ നടിയുണ്ട് പ്രിയങ്ക, അവരുടെ ഒരു പോസ്റ്റിന് വേറൊരു ലേഡി റെസ്പോണ്ട് ചെയ്തതായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, അവരതിൽ എഴുതിയിരിക്കുന്നത്, പ്രിയങ്ക എപ്പോഴും പറയാറുണ്ട് പോലും, എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്നിൽ നടക്കാനാണ് ഇഷ്ടമെന്ന്. അതിന് ഈ ഒരു സ്ത്രീ, അവരുടെ പേര് ഞാൻ മറന്നു, അവർ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടി ഇരിക്കുന്നത്, അതായത് ഹസ്ബൻഡിൻ്റെ പിന്നിൽ നടക്കുന്നത് എന്തോ ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ സ്ത്രീകളാണ്, നമ്മൾ ഉയർന്നു വരേണ്ട ആളുകളാണ്, ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ എന്തിനാണ് അവരുടെ പിന്നിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നിൽ നടക്കണോ അല്ലെങ്കിൽ മുന്നിൽ നടക്കണോ എന്നുള്ളതൊക്കെ ഡിപ്പെൻസ് ഓൺ ഏതാണോ ആ ഒരു പേഴ്സൺ, അവരെ ബാധിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അതിൽ അവർ പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കിത് വായിച്ചിട്ട് ഛർദ്ദിക്കാൻ വരുന്നു എന്നാണ്. അപ്പം ഓരോരുത്തരും ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ പറയുക. ഇപ്പം ഞാൻ വളർന്നു വന്നൊരു സാഹചര്യം ആയിരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടു വളർന്നതോ മനസ്സിലാക്കിയതോ ആയിട്ടുള്ളൊരു സാഹചര്യമായിരിക്കില്ല മറ്റൊരു വ്യക്തിയുടേത്. അപ്പം ഞാൻ കണ്ടു വളർന്ന സാഹചര്യത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതിപ്പം എന്താ പറയുക, ഭർത്താവിൻ്റെ കൂടെ നടക്കണോ, മുന്നിൽ നടക്കണോ, പിന്നിൽ നടക്കണോ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതൊരഭിപ്രായം നമുക്ക്, എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ. അപ്പം അതുപോലെ, പക്ഷേ ഞാൻ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. അവരുടെ ഒരു മാനറിസത്തിൽ, അവരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലാതാണ് എനിക്ക് തോന്നുന്നത്. അത് കണ്ടിട്ട് ഛർദ്ദിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയാൻ പറ്റുക അല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു കാര്യത്തിന് പറ്റിയിട്ട്? വേറെ ആളുടെ ഒരു പോസ്റ്റ് കണ്ടിട്ട് അതിന് ഛർദ്ദിക്കേണ്ട ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു പോസ്റ്റ് മാത്രമല്ല കേട്ടോ, ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ കാണാറുണ്ട്. അതായത് പുരുഷനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഭർത്താവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ ഒരാളും ഒരാളെയും അനുസരിക്കാതിരിക്കുക അങ്ങനെയൊന്നുമല്ല. ഒരു കുടുംബജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഞാൻ കരുതുന്നത് പരസ്പരമുള്ളൊരു ധാരണയാണ് കേട്ടോ. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. നമ്മളാണെങ്കിലും ആരാണെങ്കിലും ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ പറഞ്ഞ് തീർക്കപ്പെടേണ്ടതാണ്, അല്ലാതെ അത് ഒരുപാട് നാൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ബോധോദയം വരുന്ന ആ ഒരു പ്രവണത അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ബോധോദയം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ പറയുക, ഉള്ളിലെ സ്ത്രീത്വം അങ്ങോട്ട് ഉയർന്നു വരിക. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പറയുകയാണെങ്കിൽ വേറൊരാളെ ജീവിതം നഷ്ടപ്പെടുത്തണ്ടല്ലോ. പുരുഷന്മാരെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ എനിക്ക് ഉദ്ദേശമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേരുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെയാണെങ്കിലും ഒരുപാട് പേരുടെ അഭിപ്രായം നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയുന്ന ആളുകളും ആയിരിക്കും. അതിൽ ചിലപ്പം പുരുഷൻ്റേത് മാത്രമായിരിക്കില്ല തെറ്റ്, സ്ത്രീയുടെ ഭാഗത്തും തെറ്റുണ്ടാവും. പക്ഷെ എപ്പോഴും നിയമങ്ങളാണെങ്കിലും ആളുകളാണെങ്കിലും സ്ത്രീകളുടെ ഭാഗത്തായതുകൊണ്ട് ക്രൂശിക്കപ്പെടുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. എല്ലാ സ്ത്രീകളും നല്ലതാണെന്നോ, എല്ലാ പുരുഷന്മാരും നല്ലതാണെന്നോ, എല്ലാ സ്ത്രീകളും മോശമാണെന്നോ, എല്ലാ പുരുഷന്മാരും മോശമാണെന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല. സാഹചര്യത്തിനനുസരിച്ച്, അവരുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് അത് വ്യത്യാസപ്പെടും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.